ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസ് കാണാൻ എല്ലാവർക്കും നല്ല താല്പര്യമായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള മൂവീസ് ഓഡിയൻസിൻ്റെ ഇടയിൽ വർക്കൗട്ട് ആവണമെങ്കിൽ കോർ ഇമോഷനും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനുള്ള എൻഗേജിങ് നറേഷനും നല്ല സീക്വൻസസ് ഒക്കെ തന്നെ വേണം. പക്ഷേ ഇവിടെ ഒരു നല്ല സീക്വൻസ് പോലും വരുന്നില്ല എന്നുള്ളത് ഈ ഒരു മൂവിയുടെ ഒരു അട്ടർ ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. കാരണം തീയവർ കുലൈകൾ നടുങ്ക എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ആക്ഷൻ കിങ് അർജുനും ഐശ്വര്യ രാജേഷും ഒന്നിക്കുന്ന ഒരു പടം. സോ ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ദിനേശ് ലക്ഷ്മണാണ്. സോ ഈ സിനിമയുടെ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഒരു രസവുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. സോ നമുക്ക് ആ ഒരു തെളിവ് കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങൾ തെളിയിക്കണം, അങ്ങനെയുള്ളൊരു തോട്ടേ നമ്മുടെ മൈൻഡിൽ വരുന്നില്ല. ഇതെങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ട്. സോ അങ്ങനെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അർജുനെ പോലെ ഒരു നല്ല ആക്ടറും അതിൻ്റെ കൂടെ തന്നെ ഐശ്വര്യ രാജേഷിനെ പോലെ ഒരു നല്ല ആക്ട്രസ് ഉണ്ടായിട്ടും അവയുടെ കാലിബർ ഒന്നും തന്നെ കൊണ്ടുവരാൻ പറ്റാതെ പോയ ഒരു മൂവിയാണിത്. സോ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഫൈറ്റ് വന്നത്. അങ്ങനെ ഫൈറ്റ് സീക്വൻസ് ആണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. മേക്കിംഗ് ആദ്യം തൊട്ടേ പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഫൈറ്റ് സീക്വൻസ് ഒരു വലിയ പ്രശ്നമായി തോന്നി. പഴയ സ്റ്റൈൽ ഫൈറ്റ് പോലെ ഒരു രസമില്ലാത്തൊരു കൊറിയോഗ്രഫി ആയിരുന്നു ഫൈറ്റിൻ്റേത്. പിന്നെ അങ്ങോട്ട് മ്യൂസിക് വന്നപ്പോൾ മ്യൂസിക്കാണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായി തോന്നിയത്. പിന്നെ അങ്ങോട്ട് വന്നപ്പോഴാണ് മിക്ക ഡിപ്പാർട്ട്മെൻറ്റും പ്രശ്നമാണ്. ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം വലിയ തരക്കേടില്ല. അർജുനാണെങ്കിലും ഐശ്വര്യ രാജേഷ് ആണെങ്കിലും കൊടുത്ത റോൾ അത്യാവശ്യം നല്ലപോലെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും ഈ ഒരു മൂവിയിലില്ല. സോ അങ്ങനെയാണ് സിനിമയുടെ മേക്കിംഗ് പോകുന്നത്. മേക്കിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിലും എൻഗേജിങ് ആയിട്ടുള്ള നറേഷൻ ആണെങ്കിലും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് മൂവിയാണ് ഈ ഒരു സിനിമ. സോ താല്പര്യമുള്ളവർക്ക് സ്വന്തം റിസ്കിൽ കാണാം. ഇതിപ്പോൾ സൺ നെക്സ്റ്റ് അവൈലബിൾ ആണ്.